1981 മെഡ്ജുഗോറിയയിലെ ഇടവ വികാരി ഫാദർ യോസോ ഈ ദിവസങ്ങളിൽ സ്ഥലത്തില്ലായിരുന്നു. സഹവികാരിയായ ഫാദർ റിംഗോ കുവാലു ആകട്ടെ ഈ സംഭവങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നുമില്ല. പല ചോദ്യങ്ങളും ചോദിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ കുട്ടികൾ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നേ ദിവസം ഫാദർ യൂസോ തിരികെ എത്തിയിരുന്നു. തൻ്റെ ഇടവകയിൽ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനായി. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഫാദർ യോസോ കുട്ടികളുമായി സംസാരിച്ചു. സംഭാഷണം അദ്ദേഹം അന്ന് റെക്കോർഡ് ചെയ്തിരുന്നു. രാത്രിയിൽ പലതവണ റെക്കോർഡിംഗ് കേട്ട് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുകയായിരുന്നു. കൂടുതൽ കേൾക്കും തോറും ഫാദർ യോസോയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെയായി. പ്രത്യക്ഷീകരണത്തിൻ്റെ 5-ാം ദിവസം ജൂൺ 28-ാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നതിനാൽ കൂടുതൽ ആളുകൾ കുന്നിൻ ചെരുവിലേക്കെത്തി. ഏകദേശം 15,000-ഓളം ആളുകൾ. ചിലർ ഉച്ച മുതലേ കുന്നിൽ കയറി ആ വെയിലത്ത് കുട്ടികളെ കാത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം വൈകുന്നേരം 5:30 കഴിഞ്ഞപ്പോൾ തിരക്കിനിടയിലൂടെ തിങ്ങി നിറങ്ങി കുട്ടികളെത്തി. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൂടെ ജനങ്ങളും. അപ്പോൾ പതിവ് പോലെ പ്രകാശം മിന്നിമറയുകയും ഗോസ്പ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായി. അന്ന് ഒരു ഗ്രാമവാസി ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്ന് അതിൽ കുട്ടികൾ ഗോസ്പയോട് സംസാരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. അന്നും കുട്ടികൾ മഡോണയോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യമായി അവർ ചോദിച്ചത്, ഞങ്ങൾ കുട്ടികളിൽ നിന്ന് ഗോസ്പ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. എന്നോടുള്ള വിശ്വാസവും ബഹുമാനവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ അവർക്ക് ഉത്തരം കൊടുത്തു. ഇതേ ഉത്തരം തന്നെയാണ് നാം ഓരോരുത്തരോടും അമ്മ ഇന്ന് സംസാരിക്കുന്നത്. പിന്നീട് വൈദികരിൽ നിന്ന് എന്താണ് ഗോസ്പ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്: അവർ ഉറച്ചു വിശ്വസിക്കട്ടെ. ഇവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ നിന്ന് മഡോണ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കുട്ടികൾ പിന്നെയും ചോദിച്ചു. അപ്പോൾ മഡോണ ചിരിച്ചുകൊണ്ട് ജനത്തെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അവർ എന്നെ കണ്ടെന്ന പോലെ തന്നെ വിശ്വസിക്കട്ടെ. പെട്ടെന്ന് ഗോസ്പയെ കാണാതായി. പക്ഷേ പോകുന്നതിന് മുൻപ് സാധാരണ ചെയ്യുന്നത് പോലെ അമ്മ സമാധാനം ആശംസിച്ചില്ലായിരുന്നു. അതുകൊണ്ട് വിസ്ക പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അമ്മ പഠിപ്പിച്ചതുപോലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയവും ത്രിത്വസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മഡോണയെ അവർ വീണ്ടും കണ്ടു. മരിയ അമ്മയ്ക്ക് പാട്ടുപാടി. കുട്ടികൾ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചു: ഈ ജനങ്ങളിൽ നിന്ന് എന്താണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അമ്മ ഇപ്രകാരം അവർക്ക് മറുപടി കൊടുത്തു: എന്നെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ഈ ജനം എന്നെ കാണുന്ന നിങ്ങൾ 6 പേരെയും പോലെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കട്ടെ. എന്നിട്ട് അമ്മ പറഞ്ഞു, ദൈവത്തിൻ്റെ സമാധാനത്തിൽ പോവുക. പിന്നീട് കുട്ടികൾ ക്രൊയേഷ്യൻ ഭക്തിഗാനങ്ങൾ പാടി അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ 5-ാം ദിവസത്തെ പ്രത്യക്ഷീകരണം അവസാനിച്ചു. ഇടവ വികാരിയായ ഫാദർ യോസോ സൂക്കോ ഈ കാര്യങ്ങളെല്ലാം പറ്റി തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. താൻ വിശ്വാസികളോടും ഈ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിരുന്നു. ദൈവസന്നിധിയിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ശബ്ദം കേൾക്കുകയായി: ഗോ ആൻഡ് പ്രൊട്ടക്റ്റ് ദി യങ് പീപ്പിൾ. പോയി കുട്ടികളെ സംരക്ഷിക്കൂ എന്നായിരുന്നു ആ ശബ്ദം. ഇത് ഒരു വെളിപാട് പോലെയാണ് ഫാദർ യൂസോയ്ക്ക് തോന്നിയത്. അദ്ദേഹം പിന്നീട് ഭരണാധികാരികളിൽ നിന്ന് പല പ്രാവശ്യം ഈ യുവജനങ്ങളെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് മെഡ്ജുഗോറിയയിൽ ഗോസ്പയുടെ ഒരു പടയാളിയായി ഈ ഫ്രാൻസിസ്കൻ പുരോഹിതൻ നിലനിന്നു. കുട്ടികൾക്ക് ഒരു വലിയ താങ്ങായിരുന്നു ഫാദർ യൂസോ. ആവേ മരിയ.